ഇലക്ഷൻ വന്ന സമയത്ത് ഒരുപാട് BJP സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ ട്രോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും സോഷ്യൽ മീഡിയയിൽ കുറെ പോസ്റ്റർ സഹിതം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ മനസ്സാ വാചാ കർമ്മണ അറിഞ്ഞിട്ടുള്ള കാര്യമല്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് രാഷ്ട്രീയത്തെ പറ്റിയിട്ടൊന്നും അറിയില്ല. ഞാൻ ഈ അമ്പലം പരിപാടികൾക്ക് പോകുന്നത് കൊണ്ട് എന്നെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പോസ്റ്റർ കണ്ട് ഞാനും ചിരിച്ചു. കുറേ കാലമായിട്ട് UDF നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ള പ്രചാരവേരിയാണ് ഗീബൽസൺ സിദ്ധാന്തമാണ് ഇവർ അംഗീകരിച്ചിട്ടുള്ളത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം, RSSനെയും സംഘപരിവാർ വിഭാഗത്തെയും BJPയെയും ശക്തിയായിട്ട് രാഷ്ട്രീയമായും ആശയപരമായും എല്ലാം എതിർത്ത് പ്രതിരോധിച്ച് നിലപാട് സ്വീകരിച്ച പാർട്ടി CPIM ആണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അന്ന് യഥാർത്ഥത്തിൽ ഈ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ RSSന്റെ പ്രമുഖ നേതാക്കളുമായിട്ട് സംസാരിച്ച് അവരുടെ വിവിധ പരിപാടികളിൽ ഗോൾവാൾക്കറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്ന ഫോട്ടോ സഖാവ് പിണറായി പുറത്ത് വിട്ടപ്പോൾ മാധ്യമങ്ങളെല്ലാം പലരും VD സതീശനോട് ചോദിച്ചു, ഈ ഫോട്ടോ സത്യമാണോ? സത്യമല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇതിന്റെ ഡീൽ എന്താണ്? അതിന് മറുപടി പറഞ്ഞിട്ടില്ല. RSSുമായിട്ട് BJPയുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ പാർട്ടി UDFന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് ആണ്. അതിന് പല ഘട്ടത്തിലായി നേതൃത്വം കൊടുത്തത് VD സതീശനുമാണ്. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വാർത്ത കേട്ടു. ഒരു നേതാവ് പറയുകയാണ്, അത് ലീഗ് നേതാവാണ്. അദ്ദേഹം പറയുന്നത് തൃശൂരിൽ BJP ജയിക്കാൻ കാരണം CPIMന്റെ നിലപാട് കൊണ്ടാണ്. ഇവിടെ 2 പ്രാവശ്യമാണ് BJP അസംബ്ലിയിലും പാർലമെന്റിലും ജയിച്ചത്. ഒന്ന് O രാജഗോപാലൻ നേമത്ത്, മറ്റൊന്ന് സുരേഷ് ഗോപി തൃശൂർ. നേമത്ത് ജയിച്ച ആ ജയം പൂട്ടിച്ചത് CPM ആണ്. എല്ലാവർക്കും അറിയാലോ, CPM ആണ്. ഇനിയിപ്പോൾ തൃശൂർ പൂട്ടിക്കണം. അതും പൂട്ടിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയായിരിക്കും. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് കാര്യമായ ഒരു കാര്യവും നേടാൻ ആ തൃശൂർ 7 മണ്ഡലത്തിലും സാധിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ 84,000 വോട്ടാണ് കുറഞ്ഞത്. എന്നിട്ട് ലീഗ് നേതാവിനും കോൺഗ്രസ് നേതാക്കന്മാർക്കും മനസ്സിലാകുന്നില്ല. 84,000 വോട്ട് ഒറ്റ പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിന് കുറഞ്ഞു. ആ കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് 74,000 വോട്ടിന് BJP ജയിച്ചു. ഞങ്ങൾക്ക് 16,000-ലധികം വോട്ട് കൂടുതൽ കിട്ടി. 16,000-ലധികം വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് 84,000 വോട്ടിന്റെ കുറവാണ്ടായേ. അപ്പോൾ ആരാ BJPയെ ജയിപ്പിച്ചത്? കേൾക്കുക, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ആരാ ജയിപ്പിച്ചത്? ഒരു മഹായുദ്ധത്തിന്റെ നടുവിലാണ് നാം നിൽക്കുന്നത്. ഈ യുദ്ധം നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. 100-ലധികം സീറ്റുമായി ടീം UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. കേരളത്തിലെ ജനങ്ങൾ 2 തീരുമാനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും. ഒന്ന്, ഈ 10 വർഷക്കാലത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കും. 2, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ കേരളം ഇത് മതേതര കേരളമാണ് എന്ന് രാജ്യത്തിന്റെ മുഖത്ത് നോക്കി പറയും. എല്ലാ വർഗീയവാദികളുടെയും ജൽപ്പനങ്ങളെ മറികടന്ന് മതേതര കേരളം അതിന്റെ തല ഉയർത്തിപ്പിടിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. UDFന് നിങ്ങളോട് പറയാനുള്ളത്, എവിടെയെല്ലാമാണ് ഈ ഗവൺമെന്റ് തകർത്തത് കേരളത്തെ, അവിടെയെല്ലാം നമ്മുടെ UDF കേരളത്തെ പുനർജനിപ്പിക്കും. ഈ കേരളത്തെ ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനമാക്കി നമ്മൾ മാറ്റും. ചിലർ സംശയം പ്രകടിപ്പിച്ചു. പുതുയുഗയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പ്രിയങ്കരനായ രാഹുൽജി 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു. അത് നടക്കുമോ? നടത്താൻ എങ്ങനെ കഴിയും? അതെല്ലാമാണ് ചർച്ച. ഞാൻ നിങ്ങളോട് പറയുന്നു, UDFന് വേണ്ടി പറയുന്നു, ആധികാരികമായ ചർച്ചകൾ UDFും കോൺഗ്രസ് നേതൃത്വവും ഉൾപ്പെടെ നടത്തിയിട്ടാണ് പ്രിയങ്കരനായ രാഹുൽജിയെ കൊണ്ട് 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത്. UDFന് നിങ്ങളോട് പറയാനുള്ളത്,
എവിടെയെല്ലാമാണ് ഈ ഗവൺമെന്റ് തകർത്തത് കേരളത്തെ, അവിടെയെല്ലാം നമ്മുടെ UDF കേരളത്തെ പുനർജനിപ്പിക്കും. ഈ കേരളത്തെ ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി നമ്മൾ മാറ്റും. ചിലർ സംശയം പ്രകടിപ്പിച്ചു. പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പ്രിയങ്കരനായ രാഹുൽജി 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു. അത് നടക്കുമോ? നടത്താൻ എങ്ങനെ കഴിയും? അതെല്ലാമാണ് ചർച്ച. ഞാൻ നിങ്ങളോട് പറയുന്നു, UDFന് വേണ്ടി പറയുന്നു, ആധികാരികമായ ചർച്ചകൾ UDFും കോൺഗ്രസ് നേതൃത്വവും ഉൾപ്പെടെ നടത്തിയിട്ടാണ് പ്രിയങ്കരനായ രാഹുൽജിയെ കൊണ്ട് 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത്. അത് നടപ്പാക്കാനുള്ള ആർജവവും അത് നടപ്പാക്കാനുള്ള പദ്ധതികളും അതിനായി ഖജനാവിൽ പണം നിറയ്ക്കാനുള്ള ഉത്തരവാദിത്വവും UDFിനുണ്ട്. ആദ്യത്തെ 2 ഗ്യാരണ്ടികൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. KSRTC ബസ്സിൽ ഇനി നിങ്ങൾക്ക് സൗജന്യ യാത്രയാണ്. ഒരാളും നിങ്ങളോട് പണം ചോദിക്കില്ല. 2 കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ അയച്ചു കൊടുക്കും. അവര് പഠിക്കട്ടെ, അവര് പഠിച്ചു മിടുക്കികളായി. രാജീവ് ചന്ദ്രശേഖർ പ്രചാരണവുമായി അക്കൗണ്ട് തുറക്കൽ എവിടം വരെ എത്തി? അത് നമുക്ക് കാണാമല്ലോ, മെയ് 4-ാം തീയതി കാണാം. ഇതിനിടയിലാണ് ചില ആരോപണങ്ങൾ ഇപ്പോൾ ഡീൽ എന്നൊക്കെ പറയുന്നത്. എന്തിനാണ് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? അല്ല, ഞാൻ ഡൽഹിയിലെ ഒരു ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഒരു സംശയം വേണ്ട, UDF ഭരണം വന്നു കഴിഞ്ഞാൽ അതിൽ എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാധീനമുണ്ടാവും. അതിൽ ചില പ്രത്യേകിച്ച് വികസനത്തെക്കുറിച്ചും കേന്ദ്രത്തെ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യാൻ എല്ലാത്തിനും എന്റെ മുൻകൈ ഉണ്ടാവും. അതിന് പേടിക്കണ്ട. ഞാൻ മിണ്ടാണ്ട് ഈ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് മിണ്ടാണ്ടിരിക്കാൻ പോവുകയല്ല. നമ്മുടെ നാടിന്റെ വികസനം, നമ്മുടെ യുവാക്കളുടെ ഭാവി, ഇതൊക്കെയാണ് എന്റെ വലിയ ചിന്ത. താങ്കളെ തോൽപ്പിച്ചാൽ 15 ദിവസത്തെ ഗൾഫിലേക്ക് യാത്ര വരെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഈ ഭാഗത്തൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട്ട് പോയി വരിക എന്ന് പറയുന്നത് പോലെ നിസ്സാരമാണ്. ഞാൻ ഒരു സമ്മാനമായിട്ട് ജനങ്ങളോട് പറയുന്നത്, എന്നെ വിജയിപ്പിച്ചാൽ ഒരുപാട് വികസന പദ്ധതികൾ കാലത്തിൻ്റെ തേട്ടമനുസരിച്ച് ആവശ്യമനുസരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. എനിക്ക് അതിന് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പടിഞ്ഞാറേക്കരയിൽ നിന്ന് പൊന്നാനിയിലേക്ക് ഒരു ഹൗറ മോഡൽ പാലം 250 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അതിനായിട്ട് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അത് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥലമേറ്റെടുപ്പ് പുരോഗമിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് തീരദേശ ഹൈവേ എൻ്റെ മണ്ഡലത്തിലെ ആശാൻപടി മുതൽ പടിഞ്ഞാറേക്കര വരെ ഏതാണ്ട് 51 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇപ്പോൾ അതിഗംഭീരമായി റബ്ബറൈസ് ചെയ്തിരിക്കുന്നത്. ആ റോഡ് റബ്ബറൈസ് ചെയ്തത് ഈ പാലം അധികം വൈകാതെ വരും എന്നുള്ളതിൻ്റെ പ്രഖ്യാപനവും കൂടിയാണ്. അതാണ് ഇനി നമുക്ക് അടുത്ത 5 വർഷത്തിനിടയിൽ പൂർത്തിയാക്കാനുള്ള പദ്ധതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് ലോക്കം ബ്രിഡ്ജ് ആക്കുകയും ഇപ്പോൾ പാലത്തിന് സംഭവിച്ചിരിക്കുന്ന ബലക്ഷയം പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന് 29 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചത്. അതിന്റെ പ്രവൃത്തി അതിശീഘ്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു ചരിത്രം മാറ്റിക്കുറിക്കാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിന് വേണ്ടിയിട്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വീണ്ടും മത്സരിക്കുമ്പോൾ, മാർക്സിസ്റ്റ് പാർട്ടി വീണ്ടും മത്സരിക്കുമ്പോൾ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ എന്നുള്ള നിലയ്ക്ക് ഈ പരിപാടി അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, ഡിസംബർ മാസം 26-ാം തീയതി മുതൽ ഇന്ന് ഉച്ച വരെ ആ പദവിയിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തിച്ച സമയത്ത് എനിക്ക് പറയുവാൻ സാധിക്കും, ആധികാരികതയോടെ പറയുവാൻ സാധിക്കും, കഴിഞ്ഞ 45 വർഷമായി അക്ഷരാർത്ഥത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ കൊള്ളയടിക്കുകയായിരുന്നു CPM എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ഇത്രയും വലിയൊരു കൊള്ള സംഘത്തിന്റെ മുകളിലാണോ ഞങ്ങളൊക്കെ ഭരിക്കാതിരിക്കുന്നത് എന്നുള്ള ആശങ്കയിലാണ് ഞങ്ങൾ ഓരോരുത്തരും ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതൊക്കെ തന്നെ പുറത്തു വരും, യാതൊരു സംശയവുമില്ല. ടെൻഷനുണ്ടോ? കുഴപ്പമില്ല, എന്താണെങ്കിലും ഇത് ഫേസ് ചെയ്യാമല്ലോ. പ്രതിച്ഛായ കാണാൻ വന്നതാണ്.
സിനിമയിലുണ്ടോ? ഇല്ല, സിനിമയിലില്ല. ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം താങ്കൾ പറഞ്ഞ ഭാഗം വെച്ചിട്ട് പറഞ്ഞാൽ, ഈ UDF നേതാവിൻ്റെ പരാമർശത്തിന് ശേഷം സ്ഥാനാർത്ഥി ഉൾപ്പെടെ UDFന്റെ പ്രമുഖരായ 1 ഡസനിലേറെ ആളുകൾ സംസാരിച്ചു. അവരാരും തന്നെ ഇദ്ദേഹം നടത്തിയ ഈ പരാമർശം സ്ത്രീവിരുദ്ധമാണെന്നും ഇത് പാടില്ലായിരുന്നുവെന്നും ഞങ്ങളതിനോട് ക്ഷമ ചോദിക്കുന്നുവെന്നും അവരാരും തന്നെ ആ കൺവെൻഷനിൽ പറഞ്ഞില്ല. ഇദ്ദേഹം നടത്തിയതെന്ന് അതിനുശേഷം പ്രസംഗിച്ച ഒരാൾ പോലും സംസാരിച്ചില്ല എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും അത് അംഗീകരിച്ചു. ഇപ്പോൾ ഇത് വിവാദമായപ്പോഴാണ് അവർ ക്ഷമ പറയാനായിട്ട് ഇറങ്ങി. അതിൽ യാതൊരു കാര്യവുമില്ല. വ്യക്തിപരമായി അധിക്ഷേപിച്ച് കായംകുളം അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോടാണ് അഭ്യർത്ഥിക്കുന്നത്. ഇതിന് മറുപടി ഈ നാട്ടിലെ ജനങ്ങൾ പറയണമെന്ന് വളരെ ഹൃദയത്തിൽ തട്ടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ശക്തമായ പ്രതിഷേധങ്ങളുണ്ടാവും. ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിലുണ്ടാവും. ഈ നാട് മൊത്തം പ്രതിഷേധിക്കും. അതൊരു LDFന്റെ പ്രതിഷേധമല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെയും സ്ത്രീകളുടെയും പ്രതിഷേധം ഈ കാര്യത്തിൽ ഉയരുമെന്ന് തന്നെ. തീർച്ചയായിട്ടും. കാരണം ഇന്ന് കേരളത്തില് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എടുത്താൽ നമുക്ക് ഒത്തിരി മിടുക്കരായ സ്ത്രീകൾ പൊതുരംഗത്ത് ഒരുപാട് ഉയർന്ന് പ്രവർത്തിക്കുന്ന കാണാം. ഏതിപ്പം കായംകുളം നഗരസഭ തൊട്ട് നമ്മൾ എടുത്തുതീർന്ന പാർട്ടി നടത്തും. രീതിയിലുള്ള ഇഷ്ടമല്ല. നല്ല ഭംഗിയാ എന്താ പറയാ, നല്ല സൗമ്യമായിട്ടുള്ള പെരുമാറ്റമാണ്. ഇത് പിന്നെ ഇങ്ങനെ പരിചയപ്പെട്ട ആശയം ചാരു, ഇതിന്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് സിബി ഉണ്ട്, ടീം മന്നരാജന്റെ കേരള. അപ്പൊ ഇവരൊക്കെയാണോ ഇവരെ ക്ഷേത്രത്തിന്റെ വടക്കുവശം പ്രവർത്തിക്കുന്ന ഉത്സവ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടുക. ഒരു മൊബൈൽ ഫോൺ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഉണ്ടാവൂലെന്നാണ് പറയുന്നത്. അല്ല, അതിന് ഐറ്റം ഡാൻസിന്റെ ഒരു ഇത് കേട്ടായിരുന്നു. അത് പറയാവോ? അടുത്ത ഓക്കെ, താങ്ക് യു.
ഫസ്റ്റ് ടൈം വന്ന സ്ഥലത്തോടെ ആണെന്നാണ് ഒരു വിശ്വാസം. ഗതി മറ്റേ അവിടെ തോന്നി കഴിഞ്ഞ പ്രാവശ്യം വന്നത് തിയേറ്റർ എങ്ങനെയുണ്ട്? നല്ലതാണ്, ഭയങ്കര എങ്ങനെയുണ്ട്? ഞങ്ങളുടെ നാട് എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഇന്ത്യയിൽ നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ള 21 അതിന് പോണോ ആര് പെർഫോമൻസ് ഇഷ്ടപ്പെട്ടത്? അനു എങ്ങനെയുണ്ട് ടർബി? അടിപൊളി 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 പെർഫോമൻസ് എല്ലാവരും. ഇങ്ങോട്ട് ഒരു അഭിനയിച്ചു പറഞ്ഞ ഞങ്ങൾ തന്നെ നിങ്ങള് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒരു മാങ്കൂട്ടമല്ല, ഒരുപാട് മാങ്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇവിടെ വേദന അനുഭവിക്കുന്ന കണ്ണീർ ഒരു സ്ത്രീയുടെ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അവനെ അകത്താക്കാൻ ഏതറ്റം വരെയും പോകാൻ ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള മാനദണ്ഡങ്ങളൊന്നും നോക്കാൻ പോകുന്നില്ല. ആ സ്ത്രീ ആരാണെന്ന് എനിക്കറിയില്ല. മാധ്യമത്തിലൂടെ ഇപ്പം ഇന്ന് വന്ന സമയത്ത് എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ട് ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു. അടിയന്തരമായി ഈ തെറ്റ് ചെയ്ത വ്യക്തിയെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശ്രീമാൻ വി.ഡി. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ മടിയിലിരുത്തി പീഡനത്തിന് പ്രോത്സാഹിപ്പിച്ചതുപോലെ രക്ഷപ്പെടാൻ വേണ്ടി അവസാനം വരെ പരിശ്രമിച്ച് എന്നിട്ടൊടുവിൽ ഹരിചന്ദ്രനെ പോലെ അഭിനയിച്ച് ഞാൻ മാങ്കൂട്ടത്തിൻ്റെ കൂടെയല്ല എന്ന് പറഞ്ഞതുപോലെയാണ് കളിക്കാൻ തീരുമാനമെങ്കിൽ ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് മനസ്സു നൊന്താൽ അവരോടൊപ്പം ഒരു സ്ഥാനാർത്ഥിയുടെ പരിവേഷമൊന്നും ഉണ്ടാകില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ആ വ്യക്തി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. RSS നേതാവിനെ ADGPയെ പറഞ്ഞയച്ചത് കണ്ടത് മുഖ്യമന്ത്രിയാണ്. അടച്ചിട്ട മുറിയിൽ ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ RSS നേതാക്കളുമായി ചർച്ച നടത്തിയത്. 1-ാം നമ്പർ കാർ മാറി വേറെ കാറിൽ വന്ന് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നിങ്ങൾക്കറിയാലോ. ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിയമസഭയിൽ ചോദിച്ചില്ലേ, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. മുഖ്യമന്ത്രി തലകുനിച്ചിരുന്നു. നിങ്ങൾ ശ്രീ എം വ്യക്തമാക്കിയല്ലോ. ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ മുഖ്യമന്ത്രി RSS നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് ശ്രീ എം വെളിപ്പെടുത്തിയല്ലോ. സ്വന്തം കാര്യത്തിന് മറുപടി പറഞ്ഞാൽ മതി, എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഒരു RSSുമായിട്ട് ഒരു ബന്ധമില്ല. ഞങ്ങളെ ബാധിക്കുന്ന കാര്യം ഈ നാടിന്റെ പ്രശ്നങ്ങളാണ്. ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചുമതലയേറ്റവരാണ് ഞങ്ങൾ. ആത്മധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ആ ചുമതല ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. പ്രോജക്ട് മെയിലിറങ്ങും. എല്ലാവരും ഈ വേദിയിലുണ്ട്. അവർ ഏറെ സ്നേഹത്തോടുകൂടി സംസ്ഥാന യുവജന കമ്മീഷന് വേണ്ടി അവരെ അഭിവാദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ലോകത്തിലെ നല്ല യുവജനങ്ങൾ ഈ കാലത്ത് യുവജനങ്ങളെ കാണുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ആരധികാരത്തിൽ വരണമെന്ന് ഞങ്ങൾ BJPക്കാർ NDA നിശ്ചയിക്കും. ഏതൊരു സംശയവും വേണം. കേരളം അങ്ങനെയാണെന്നേ, ആയി അങ്ങനെ മാറാത്തതിന് മാറൂന്നാണല്ലോ ഞങ്ങൾ പറഞ്ഞത്. അതൊക്കെ സംഭവിക്കും. ഓക്കെ, വളരെ
വ്യക്തിപരമായ വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ നടത്തേണ്ട ഒന്നല്ല തിരഞ്ഞെടുപ്പ് വേദികളും പ്രസംഗങ്ങളും. എനിക്ക് ആ ഒരു പ്രസംഗത്തിൽ ഇവിടുത്തെ എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്കെതിരായി UDF നേതാവിൻ്റെ പരാമർശങ്ങൾ ഒട്ടും ശരിയായി തോന്നിയില്ല. അതൊരു തെറ്റായ പരാമർശമാണ്. ഒരർത്ഥത്തിലും ബോഡി ഷെയ്മിങ്ങോ അത്തരത്തിലുള്ള ഒരു വ്യക്തിയധിഷ്ഠിത പരാമർശങ്ങളെയും ആക്ഷേപങ്ങളെയും എം ലിജുവോ UDFോ അംഗീകരിക്കില്ല. ഞാനതിനെ ശക്തമായ അത്തരം ഒരു പരാമർശം, അദ്ദേഹം വ്യക്തിപരമായി നല്ലയാളാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രസംഗത്തിൻ്റെ ആവേശത്തിൽ സംഭവിച്ചാവാം. പക്ഷെ എന്താണെന്ന് പറഞ്ഞാലും ഒരു 0.1% പോലും അത്തരം ഒരു പരാമർശത്തെ ഞങ്ങൾ ന്യായീകരിക്കില്ല. ശക്തമായി ഞാൻ ആ ഒരു പരാമർശത്തെ അപലപിക്കുന്നു. ഉണ്ടായ വിവാദങ്ങൾ, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ വിഷയങ്ങൾ, ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ, ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇതൊക്കെ കുറെ നിങ്ങൾ കുറച്ച് 2-3 മാധ്യമങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയതല്ലേ. ഇപ്പോൾ അതൊരു തെറ്റായിരുന്നെങ്കിൽ കോടതി കേസ് തള്ളിക്കളയില്ലായിരുന്നോ? അല്ലേ? ഇപ്പോൾ ഒരു കള്ളക്കേസായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ആദ്യം തന്നെ കേസ് കോടതി എടുത്ത് തള്ളും. കോടതി പറയും എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളക്കേസ്. പക്ഷെ അതൊരു കോടതി കേസ് തള്ളിയില്ലെന്ന് മാത്രമല്ല, ആദ്യം ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ റിമാൻഡ് ചെയ്തു. പിന്നെ ഒരു ജാമ്യാപേക്ഷ അതിലാണ് ഒരു ജാമ്യം ലഭിച്ചത്. കേസ് കോടതിയിൽ നടക്കുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ച കാര്യങ്ങൾ വരട്ടെ. ഈ എന്ത് കാര്യത്തിനാണ് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ആക്രമണം നടത്തിയത്, എന്തിനു വേണ്ടിയിട്ടാണ് ആരോഗ്യമേഖല ആക്രമിക്കുന്നത്? അപ്പോൾ അതിലൊരു അജണ്ടയായിരുന്നു. ആ അജണ്ട തിരിച്ചറിയുന്നത് കേരളത്തിലെ ജനങ്ങൾ